ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിലെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത് മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. താരിഫിൻ്റെ കാര്യങ്ങൾ മുഴുവൻ തീരുമാനമാവാത്തതുകൊണ്ട് മാർക്കറ്റിൻ്റെ ബിഹേവിയൻസ് ഇന്നും റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് ഓൾമോസ്റ്റ് എല്ലാ സെക്ടേഴ്സും റെഡിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്യുന്നത് 25,355 120 പോയിൻറ്റ്സ് കുറവുണ്ടായി. നിഫ്റ്റി ബാങ്ക് 56,956 ക്ലോസ് ചെയ്തപ്പോൾ 257 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മിഡ് ക്യാപ്പ് 179 പോയിൻറ്റ്സ് കഴിഞ്ഞ് 59,159 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 18,956 ക്ലോസ് ചെയ്തപ്പോൾ 51 പോയിൻറ്റ്സിൻ്റെ കുറവാണ് കണ്ടത്. ഇന്ത്യ വിക്സ് ഇന്ന് 11.67 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 345 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 83,190 ക്ലോസ് ചെയ്തു. DIF ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്നും DIAയും FIIയും നെറ്റ് ബയേഴ്സ് ആയിരുന്നു. DIA 591 കോടി രൂപ നെറ്റ് ബൈ ചെയ്തപ്പോൾ FII 221 കോടി രൂപ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. സെക്ടർ വൈസ് ഇൻഡെക്സ് നോക്കിയാലും നിഫ്റ്റി മെറ്റലും നിഫ്റ്റി റിയാലിറ്റിയെ ഒഴികെ ബാക്കി എല്ലാ സെക്ടേഴ്സും സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും റെഡിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ 23,916 ക്ലോസ് ചെയ്തപ്പോൾ 27 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി എനർജി 36,447 ക്ലോസ് ചെയ്തപ്പോൾ 69 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 75 പോയിൻറ്റ്സ് കുറഞ്ഞ് 26,984 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 55,628 ക്ലോസ് ചെയ്തപ്പോൾ 318 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ 14,453 ക്ലോസ് ചെയ്തപ്പോൾ 81 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഇൻഫ്ര 59 പോയിൻറ്റ്സ് കുറഞ്ഞ് 9360 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT 38,376 ക്ലോസ് ചെയ്തപ്പോൾ 304 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മീഡിയ 1732 ക്ലോസ് ചെയ്തപ്പോൾ 2 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മെറ്റൽ 39 പോയിൻറ്റ്സ് ഉയർന്ന് 9,423 ക്ലോസ് ചെയ്തു. 9,423 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 11,999 ക്ലോസ് ചെയ്തപ്പോൾ 3 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഫാർമ 131 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 22,076 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി PSU ബാങ്ക് 7,035 ക്ലോസ് ചെയ്തപ്പോൾ 56 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി റിയാലിറ്റി 6 പോയിൻറ്റ്സ് ഉയർന്ന് 974 ക്ലോസ് ചെയ്തത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 1,196 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,443 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഇൻഡസ്ഇൻഡ് ബാങ്ക് 1.56% റാലി നടത്തി. മാരുതി 1.40% റാലി നടത്തി. ടാറ്റ സ്റ്റീൽ 1.03%, ബജാജ് ഫിനാൻസ് 0.66%, ജിയോ ഫിനാൻസ് 0.61%, ബജാജ് ഫിൻസർവ് 0.54%, ടാറ്റ മോട്ടോഴ്സ് 0.39%, TCS 0.33%, ഹിൻഡാൽകോ 0.28% ആൻഡ് JSW സ്റ്റീൽ 0.24% റാലിയാണ് കാണാൻ സാധിച്ചത്. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞത് ഭാരതി എയർടെൽ 2.76% ഫോൾ നടത്തി. ഏഷ്യൻ പെയിൻറ്റ് 2.06% ഫോൾ നടത്തി. HDFC ലൈഫ് 0.05%, അപ്പോളോ ഹോസ്പിറ്റൽ 1.55%, ശ്രീറാം ഫിനാൻസ് 1.37%, നെസ്ലെ ഇന്ത്യ 1.14%, ടാറ്റ കൺസ്യൂമർ 1.08%, ബജാജ് ഓട്ടോ 1.07%, ബെൽ 1.03% ആൻഡ് വിപ്രോ 1.01% കുറവാണെന്ന് കണ്ടത്. ഇതൊരു ബയോ സെല്ലോ റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് മാത്രമാണ് ഈ ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിഫ്റ്റി 50യുടെ ലാസ്റ്റ് 12 months മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ജൂണിൽ 24,951 ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് 25,355 നിൽക്കുമ്പോൾ 1.62% പ്രോഫിറ്റാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50യുടെ ഈ വർഷത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 23,742 നിഫ്റ്റി സ്റ്റാർട്ട് ചെയ്തത്. അവിടുന്ന് 25,355 നിൽക്കുമ്പോൾ 6.79% പ്രോഫിറ്റാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50യുടെ ഈ ആഴ്ചത്തെ മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ -0.42% ലോസാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 25,461 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 25,522 ക്ലോസ് ചെയ്തു. വെനസ്ഡേ 25,476 ക്ലോസ് ചെയ്തു. തേഴ്സ്ഡേ ഇന്ന് 25,355 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇന്നത്തെ പ്രധാനമുള്ള ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ, സപ്പോർട്ട് ചെയ്യുക. ബൈ ആൾ.